ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി റൈസ് റെസിപ്പിയായിട്ടോ ചെയ്യുന്നത്. കുട്ടികൾക്ക് ലഞ്ചിനായിട്ട് കൊടുത്തുവിടാൻ പറ്റുന്ന അടിപൊളി റൈസ് റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മത്തൻ്റെ ഇലയും പയറിൻ്റെ ഇലയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ടെറസിൻ്റെ മുകളിലായിട്ടോ നട്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയായതുകൊണ്ട് നല്ലപോലെ തെന്നിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ മത്തൻ്റെ ഇല ഉള്ളത് ഞാനിങ്ങ് പറിച്ചെടുത്തു. നമുക്ക് വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് തയ്യാറാക്കാം കേട്ടോ. പിന്നെ കുറച്ച് പയറിൻ്റെ ഇലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പച്ചക്കറി കഴിക്കാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും ഇലക്കറികളൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ലഞ്ചിനായിട്ട് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ അറിയേയില്ല, അവരിഷ്ടമായിട്ട് കഴിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് മത്തൻ്റെയും പയറിൻ്റെ ഇലയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഈ ഇലകൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റോ പച്ചക്കറികളോ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അതോടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒരു സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഒരുപാടൊന്നും അങ്ങ് വഴന്നു പോകുന്നു വേണ്ട. അപ്പം കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത്, വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 കറുവപ്പട്ട ഇട്ടു. കറുവപ്പട്ടയുടെ കാര്യം ആദ്യം ഇടാൻ മറന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുത്തു. നമ്മളിപ്പോൾ അരി എടുക്കുന്നത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം. ഈ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഈ ഒരു മിക്സിൽ അളന്നിട്ടാട്ടോ ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. അതായത് ഞാൻ എടുക്കുന്ന നമ്മൾ അരിക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള വെള്ളം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ടാട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അരമണിക്കൂറെങ്കിലും കുതിർത്തി വെച്ച ആ വെള്ളം, ബസ്മതി റൈസ് നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കൊടുക്കുമ്പോൾ നമുക്കിതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടൂല. അതിനായിട്ട് അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനൊരു ചിക്കനൊക്കെ പൊരിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈസ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത് നെയ്യിൽ വറുത്ത ഉള്ളി ആട്ടോ, സാധാ ചുവന്നുള്ളി അതുപോലെ കശുവണ്ടിയും കൂടി ഒന്ന് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അത് മുകളിലൊന്ന് വിതറി കൊടുത്തു, ഒന്ന് കാണാനുള്ള ഭംഗിക്ക്. ഇനി കുറച്ച് മാതള നാരങ്ങ ഇതുപോലെ ഒന്ന് കൊടുത്തു. ഇനി ഉണക്കമുന്തിരി, കറുത്ത ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ്, ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള പേരും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു റൈസ് കുട്ടികൾ എന്തായാലും കഴിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇലക്കറികളിലുള്ള എല്ലാ ഗുണങ്ങളും കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ തോരനാക്കി കൊടുത്താലൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുഞ്ഞു വിശേഷങ്ങളായിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.